നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നാനോ മെഷീൻ എന്ന കഥയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നടന്ന വലിയൊരു യുദ്ധത്തിന് ശേഷം എന്താണ് സംഭവിച്ചതെന്നും ഈ കഥയുടെ യഥാർത്ഥ പശ്ചാത്തലം എന്താണെന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ വിശദമായി മനസ്സിലാക്കാം. ഈ കഥ തുടങ്ങുന്നതിന് മുൻപ് ഇതിന്റെ ചരിത്രത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. പണ്ട് ചൈനയിലെ പോരാളികൾ തങ്ങളുടെ ജീവൻ സംരക്ഷിക്കുന്നതിനായി സ്വയം പ്രതിരോധ മാർഗങ്ങൾ അഭ്യസിച്ചിരുന്നു. എന്നാൽ കാലം കടന്നുപോയപ്പോൾ ഈ വിദ്യകൾ വെറും പ്രതിരോധത്തിൽ നിന്ന് മാറി മനുഷ്യനെ കൊല്ലാൻ വരെ ശേഷിയുള്ള മാരകമായ കലയായി രൂപാന്തരപ്പെട്ടു. അവർ ശ്വസന നിയന്ത്രണത്തിലൂടെ ശരീരത്തിനുള്ളിലെ ആന്തരിക ശക്തി വർദ്ധിപ്പിക്കാനും സങ്കീർണമായ യുദ്ധമുറകൾ രൂപപ്പെടുത്താനും പഠിച്ചു. ഈ വിദ്യകൾ തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെടുകയും അവ വിശുദ്ധ ഗ്രന്ഥങ്ങളായി മാറുകയും ചെയ്തു. ഈ വിദ്യകൾ പൂർണ്ണമായി സ്വായത്തമാക്കിയവരെ സാധാരണ മനുഷ്യർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ശക്തിയുള്ളവരായി കണ്ട് മുറിം പോരാളികൾ എന്ന് വിളിച്ചു. ഇവർ പല സംഘങ്ങളായി തിരിഞ്ഞു. നീതിയുടെ പാത പിന്തുടരുന്നവരും തിന്മയുടെ പാത പിന്തുടരുന്നവരും ഉണ്ടായിരുന്നു. എന്നാൽ ഇതിൽ നിന്നെല്ലാം മാറി ശക്തിയെ മാത്രം ആരാധിക്കുന്ന മറ്റാരെക്കാളും അപകടകാരികളായ ഒരു മൂന്നാം ചേരി ഉണ്ടായിരുന്നു. ലോകം അവരെ പൈശാചിക സഭ അഥവാ ഡെമോണിക് കൾട്ട് എന്ന് വിളിച്ചു. ഈ പൈശാചിക സഭയിലെ തലവനാകാൻ വിധിക്കപ്പെട്ട എന്നാൽ നിയമവിരുദ്ധമായി ജനിച്ച ലിയോ ഉൻ ചിയോൺ എന്ന യുവാവിന്റെ കഥയാണിത്. ഇനി നമുക്ക് കഥയിലേക്ക് തിരികെ വരാം. നമ്മുടെ നായകനെ രക്ഷിക്കാൻ വൈകിയെത്തിയ കാവൽക്കാരനായ ജാങ് ആ കാട്ടിൽ കണ്ട കാഴ്ച വിവരിക്കുകയാണ്. അവിടെ കണ്ടത് ഭീകരമായ ഒരു ദൃശ്യമായിരുന്നു. നമ്മുടെ നായകനെ കൊല്ലാൻ വന്ന സ്റ്റെൽത്ത് സ്ക്വാഡ് എന്ന രഹസ്യ കൊലയാളി സംഘത്തിലെ എല്ലാവരും അവിടെ മരിച്ചു കിടക്കുന്നു. പക്ഷെ അത് സാധാരണ മരണമായിരുന്നില്ല. അവരുടെ ശരീരങ്ങൾ പകുതി വെച്ച് മുറിഞ്ഞുപോയ നിലയിലായിരുന്നു. അരയ്ക്ക് മുകളിലേക്കുള്ള ഭാഗം പോലും കാണാനില്ലാത്ത അവസ്ഥ. കൂട്ടത്തിൽ ഒരാളുടെ ശരീരം മാത്രം കാര്യമായ കേടുപാടുകൾ കൂടാതെ കിടപ്പുണ്ടായിരുന്നു. അത് നമ്മുടെ നായകൻ ചിയോൺ തന്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയ കത്തി ഉപയോഗിച്ച് കുത്തിവീഴ്ത്തിയ ആ കൊലയാളിയായിരുന്നു. അപ്പോഴാണ് ജാങ് ആ ശബ്ദം കേട്ടത്, ശ്വാസമെടുക്കുന്ന ശബ്ദം. മൃതശരീരങ്ങൾക്ക് അല്പം മാറി നമ്മുടെ നായകൻ ചിയോൺ ജീവനോടെ കിടക്കുന്നു. ജാങ് അത്ഭുതപ്പെട്ടുപോയി. ചിയോണിന്റെ വസ്ത്രങ്ങൾ വാളുകൊണ്ട് കീറിയിട്ടുണ്ടെങ്കിലും അവന്റെ ശരീരത്തിൽ ഒരു മുറിവ് പോലും ഉണ്ടായിരുന്നില്ല. അവൻ ശാന്തമായി ഉറങ്ങുന്നതുപോലെയായിരുന്നു. ആരാകും അവനെ സഹായിച്ചത്? ഇത്രയും അപകടകാരികളായ കൊലയാളികളെ നിമിഷനേരം കൊണ്ട് ഇല്ലാതാക്കിയ എന്നാൽ നായകന്റെ ശരീരത്തിൽ ഒരു പോറ പോലും ഏൽപ്പിക്കാതെ രക്ഷിച്ച ആ അജ്ഞാതൻ ആരായിരിക്കും എന്ന് ജാങ് അത്ഭുതത്തോടെ ചിന്തിച്ചു. സമയം കടന്നുപോയി. ചിയോൺ തന്റെ കിടപ്പുമുറിയിൽ വെച്ച് ഞെട്ടലോടെ ഉണർന്നു. ഞാൻ ജീവനോടെയുണ്ടോ എന്ന് അവൻ അവിശ്വസനീയതയോടെ ചിന്തിച്ചു. അവന്റെ ഓർമ്മയിൽ വയറ്റിൽ വാൾ കുത്തിയിറക്കിയ വേദനയുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ നോക്കുമ്പോൾ മുറിവുകളൊന്നുമില്ല. പെട്ടെന്ന് അവന് വല്ലാത്തൊരു ദുർഗന്ധം അനുഭവപ്പെട്ടു. എന്താണിതെന്ന് നോക്കിയപ്പോൾ അവൻ ഞെട്ടിപ്പോയി. അവന്റെ ശരീരം മുഴുവൻ കറുത്ത കൊഴുത്ത പശ പോലെയുള്ള ഒരു ദ്രാവകം കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു. ഛർദിക്കാൻ വരുന്നതുപോലെയുള്ള നാറ്റം. ആ സമയത്താണ് അവന്റെ തലച്ചോറിനുള്ളിൽ ഒരു യാന്ത്രിക ശബ്ദം മുഴങ്ങി കേട്ടത്. ഉപഭോക്താവ് എഴുന്നേറ്റു. ചിയോൺ ഭയന്നുപോയി. അവൻ ചാടി എഴുന്നേറ്റു. ആരാണത്? ആരാണ് സംസാരിക്കുന്നത്? അവൻ ചുറ്റും നോക്കി. പക്ഷേ മുറിയിൽ ആരുമുണ്ടായിരുന്നില്ല. ആ ശബ്ദം വീണ്ടും കേട്ടു. ശാന്തനാകൂ ഉപഭോക്താവേ, ഞാൻ പുറത്തല്ല ഉള്ളത്. ശബ്ദം കേൾക്കുന്നത് നിങ്ങളുടെ തലച്ചോറിൽ നിന്നാണ്. ചിയോൺ പേടിച്ചു വിറച്ചു. ആരാണ് നീ എന്ന് അവൻ ചോദിച്ചു. ആ ശബ്ദം മറുപടി നൽകി, ഞാൻ സ്കൈ കോർപ്പറേഷന്റെ 7ാം തലമുറ നാനോ മെഷീനാണ്. എന്നാൽ നാനോ മെഷീൻ എന്ന വാക്ക് ചിയോണിന് അപരിചിതമായിരുന്നു. അവൻ കേട്ടത് മാഷിൻ എന്നാണ്. പൈശാചിക സഭ ആരാധിക്കുന്ന ദൈവമാണ് മാഷിൻ. തന്നോട് സംസാരിക്കുന്നത് സാക്ഷാൽ ദൈവമാണെന്ന് കരുതി ചിയോൺ ഭയഭക്തി ബഹുമാനത്തോടെ മുട്ടുകുത്തി. അങ്ങാണോ എന്നെ രക്ഷിച്ചത്? ഓ വലിയ ദൈവമേ എന്ന് അവൻ ചോദിച്ചു. എന്നാൽ ആ ശബ്ദം അവനെ തിരുത്തി. അല്ല യജമാനനെ, ഞാൻ മാഷിനല്ല. ഞാൻ ഒരു യന്ത്രമാണ്. എന്നെ നിങ്ങളുടെ ശരീരത്തിൽ ഘടിപ്പിച്ചിരിക്കുകയാണ്. ആ സമയത്ത് പുറത്ത് വാതിലിൽ മുട്ടുകേട്ടു. കാവൽക്കാരൻ ജാങ്ങും ബാക്ക് എന്നു പേരുള്ള ഒരു വൈദ്യനും മുറിയിലേക്ക് കടന്നുവന്നു. ചിയോൺ ആകെ പരിഭ്രമിച്ചു. താൻ ഒരു യന്ത്രത്തോട് സംസാരിക്കുന്നത് കണ്ടാൽ മറ്റുള്ളവർക്ക് ഭ്രാന്താണെന്ന് തോന്നുമെന്ന് അവൻ ഭയന്നു. അതുകൊണ്ട് തലച്ചോറിലെ ആ ശബ്ദത്തോട് മിണ്ടാതിരിക്കാൻ അവൻ മനസ്സുകൊണ്ട് ആജ്ഞാപിച്ചു. വൈദ്യൻ ചിയോണിനെ പരിശോധിക്കാൻ തുടങ്ങി. വൈദ്യന്റെ മുഖത്ത് അവിശ്വസനീയത നിറഞ്ഞു. ഇത് വളരെ വിചിത്രമായിരിക്കുന്നു, വൈദ്യൻ പറഞ്ഞു. ജാങ് പേടിയോടെ ചോദിച്ചു, എന്താണ് വൈദ്യരെ? യജമാനന് വല്ല കുഴപ്പവുമുണ്ടോ? വൈദ്യൻ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, അല്ല, നേരെ തിരിച്ചാണ്. ഇത് വളരെ അത്ഭുതകരമാണ്.
യജമാനന്റെ ശരീരത്തിലുണ്ടായിരുന്ന വിഷാംശങ്ങളെല്ലാം പുറന്തള്ളപ്പെട്ടിരിക്കുന്നു. രക്തചംക്രമണവും ആന്തരിക ശക്തിയും ശരീരത്തിലൂടെ തടസ്സമില്ലാതെ ഒഴുകുന്നു. വിഷാംശങ്ങളോ? ചിയോൺ ചോദിച്ചു. വൈദ്യൻ പറഞ്ഞു, അതെ. ഇപ്പോൾ അങ്ങയുടെ ശരീരം ആയോധനകലകൾ അഭ്യസിക്കാൻ പാകത്തിന് ഏറ്റവും മികച്ച അവസ്ഥയിലാണ്. വൈദ്യൻ പോയ ശേഷം ചിയോൺ ആകെ അമ്പരന്നിരിക്കുകയായിരുന്നു. ശരീരത്തിൽ നിന്ന് പുറത്തുവന്ന വിഷാംശങ്ങളാണോ ഈ കറുത്ത ദ്രാവകം എന്ന് അവൻ ചിന്തിച്ചു. അപ്പോൾ നാനോ മഷീൻ വീണ്ടും സംസാരിച്ചു തുടങ്ങി. ശരിയാണ് യജമാനനെ. നിങ്ങളുടെ ശരീരത്തിലുണ്ടായിരുന്ന വിഷാംശങ്ങളെ നീക്കം ചെയ്യുകയും രക്തക്കുഴലുകളും പേശികളും ഏറ്റവും മികച്ച അവസ്ഥയിലേക്ക് മാറ്റുകയും ചെയ്തിരിക്കുന്നു. ചിയോൺ ചോദിച്ചു. അപ്പോൾ എന്റെ ശരീരത്തിൽ ഇപ്പോൾ ആയിരക്കണക്കിന് ചെറിയ യന്ത്രങ്ങളുണ്ടെന്നാണോ നീ പറയുന്നത്? നാനോ മഷീൻ മറുപടി പറഞ്ഞു, അതെ യജമാനനെ. കൃത്യമായി പറഞ്ഞാൽ 648 കോടിയിലധികം സൂക്ഷ്മയന്ത്രങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ശരീരത്തിലുണ്ട്. സുഹൃത്തുക്കളെ, ആയോധനകലകൾ ഒന്നും അറിയാത്ത മരിക്കാറായ ഒരു സാധാരണ പയ്യന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ദൈവതുല്യമായ ഒരു ശക്തിയാണ്. ഭാവിയിലെ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് അവൻ ഇനി ഈ മുറിം ലോകത്തെ എങ്ങനെ കീഴടക്കുമെന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. See you in the next video.